കർമാനൂസിന്റെ ഫേസ്ബുക്ക് പേജിൽ നോട്ടിഫിക്കേഷൻസ് വരുന്നിടത്ത് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് കണ്ടു. ഒരു വ്യക്തി കർമാനൂസിനെ ടാഗ് ചെയ്ത് ഒരു വാർത്ത ഷെയർ ചെയ്തിരിക്കുകയാണ്. ആ വാർത്ത ഇങ്ങനെയാണ്: ഹിന്ദുവായ ഒരു വ്യക്തി പറയുന്നു, എനിക്ക് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ ലഭിച്ചിട്ടുള്ളത്, എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, എനിക്കൊരാവശ്യം വന്നപ്പോൾ എൻ്റെ കൂടെ നിന്നിട്ടുള്ളത് എൻ്റെ സമുദായത്തിലുള്ളവരല്ല, ഹിന്ദുക്കളല്ല, മറിച്ച് മുസ്ലിങ്ങളായ സഹോദരങ്ങളാണ് പലപ്പോഴും പല ആപത്ഘട്ടത്തിലും തന്നോടൊപ്പം ഉണ്ടായിരുന്നത് എന്ന് അദ്ദേഹം ഒരു ചാനലിനോ മറ്റോ കൊടുക്കുന്ന ഒരു അഭിമുഖത്തിൻ്റെ ഒരു വീഡിയോ, ആ വീഡിയോ ടാഗ് ചെയ്ത് കർമാനൂസിനെ ടാഗ് ചെയ്ത് ഒരു സുഹൃത്ത് മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. കർമാനൂസിൻ്റെ നോട്ടിഫിക്കേഷൻസിൽ വന്ന ഒരു മെസ്സേജാണിത്. ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കി. ഓപ്പൺ ചെയ്ത് ആ വാർത്ത നോക്കിയപ്പോൾ അതിൽ ഞങ്ങളെ മാത്രമല്ല വേറെ നിരവധി ഓൺലൈൻ ചാനലുകളെ, അതായത് ഹിന്ദു പ്ലാറ്റ്ഫോമിനെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്ന നിരവധി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ അവിടെ ടാഗ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വേദന തോന്നി. കാരണം പലപ്പോഴും പറയാറുള്ളത് കർമാനൂസ് മുസ്ലിം വിരുദ്ധ വാർത്തകൾ ചർച്ച ചെയ്യുന്നു, മുസ്ലിം വിരുദ്ധത കൂടുതൽ പ്രചരിപ്പിക്കുന്നു. അങ്ങനെ ഒന്നില്ല എന്ന് പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസവും ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിന് മുൻപായിട്ട് പറഞ്ഞിരുന്നു, മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ഒരു ചാനലല്ല കർമാനൂസ്. എന്നാൽ ഹിന്ദു വിരുദ്ധതയെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ചാനലും അല്ല. രണ്ട് രീതിയിലും രണ്ടിലുമുള്ള കാര്യങ്ങൾ പറയുന്നു എന്നതാണ് ഞങ്ങൾ ചെയ്യുന്നത്. മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ടാകുന്ന നല്ല കാര്യങ്ങൾ ഞങ്ങളും പങ്കുവയ്ക്കാറുണ്ട്. അതുപോലെ ഹിന്ദു സമുദായത്തിൽ നിന്നുണ്ടാകുന്ന മോശം കാര്യങ്ങളും ഞങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിലയിരുത്തൽ കർമാനൂസിന് നേരെ വരുന്നത് പലപ്പോഴും വിഷമം ഉണ്ടാക്കാറുണ്ട്. എങ്കിൽ പോലും ഇത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളെന്ന് പറയുന്ന പോലെ നല്ല അഭിപ്രായങ്ങളും ഉണ്ടാകും, വിമർശനങ്ങളും ഉണ്ടാകും എന്ന് മനസ്സിലാക്കി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു. അത് മുസ്ലിമായിട്ട് ആ മുസ്ലിം മതത്തിൽ നിന്ന് മാറി ഹിന്ദുവായി മാറിയ നടിയൊക്കെയായ ലക്ഷ്മിപ്രിയയുടെ ഒരു പോസ്റ്റാണ്. ഇനി ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ അവർ ഹിന്ദു മതത്തെ പ്രൊമോട്ട് ചെയ്ത് പറയുന്നുണ്ട്. ഒപ്പം മുസ്ലിം മതത്തിൽ താൻ ഇഷ്ടപ്പെടാതിരുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഇത് അവരുടെ മാത്രം അഭിപ്രായമാണ്. അത് ഞങ്ങളുടെ അഭിപ്രായമായി കണ്ട് ഞങ്ങളെ ആ രീതിയിൽ ചാപ്പ കുത്തുന്നതിനെതിരെയാണ് ഞാൻ ഒരു പരാമർശം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അത് നിങ്ങളുടെ അഭിപ്രായം, വാർത്ത കേൾക്കുന്നവർക്ക് എങ്ങനെ വേണോ അഭിപ്രായങ്ങൾ പറയാം. എന്തായാലും ഞാൻ ആ പോസ്റ്റ് വായിക്കാം. മതം മാറിയപ്പോൾ മുഷിഞ്ഞ വസ്ത്രം മാറ്റി പുതിയൊരു വസ്ത്രം ധരിച്ചു എന്ന ഫീൽ. മുസ്ലിം മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലേക്ക് വന്നപ്പോൾ തന്റെ മനസ്സിൽ തോന്നിയ വികാരം അതായിരുന്നു എന്ന് നടി ലക്ഷ്മിപ്രിയ. താരം 18 വയസ്സുവരെ മുസ്ലിം ആയിരുന്നു. വിവാഹത്തിന് മുൻപാണ് മതം മാറിയതും സബീന എന്ന പേരുപേക്ഷിച്ച് ലക്ഷ്മിപ്രിയ എന്ന പേര് സ്വീകരിച്ചതും. പെട്ടെന്നെടുത്ത തീരുമാനമല്ല മതം മാറ്റുമെന്നും മുസ്ലിം ആയിരുന്നുവെങ്കിലും ആ മതത്തിന്റെ രീതികൾക്കനുസരിച്ച് താൻ ഒരിക്കലും ജീവിച്ചിരുന്നില്ല എന്നും ലക്ഷ്മിപ്രിയ പറയുന്നു. ഓർത്തഡോക്സ് മുസ്ലിം ആയിരുന്നുവെങ്കിലും ചെട്ടികുളങ്ങര ഭഗവതി എന്നത് കുലദൈവം, പരദേവത പോലെയായിരുന്നു. എൻ്റെ അച്ഛൻ്റെ മുത്തച്ഛനൊക്കെ ഹരിപ്പാട് കൊട്ടാരത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത് എന്ന അഭിമാനത്തോടെ പറയുമ്പോൾ താൻ കഴിഞ്ഞ ജന്മത്തിൽ സനാതന ധർമ്മത്തിന്റെ പാതയിലാണ് ജീവിച്ചതെന്നും താരം പറയുന്നു. ഞാൻ പ്രൗഡ് ഹിന്ദുവും ലൗഡ് ഹിന്ദുവുമാണ് എന്നാണ് ലക്ഷ്മിപ്രിയ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം. നടിയുടെ വാക്കുകളിലൂടെ തുടർന്ന് പോകുമ്പോൾ വളരെ വർഷങ്ങളായി വായിക്കുന്ന ഒരാൾ വായിക്കുന്നത് പോലെ എനിക്ക് ദേവി മാഹാത്മ്യം വായിക്കാൻ പറ്റും. അതുപോലെ ലളിതാ സഹസ്രനാമം, ശ്യാമള ദണ്ഡകമാണെങ്കിലും കനകധാരയാണെങ്കിലും വിഷ്ണു സഹസ്രനാമവും ഒക്കെ മറ്റാർക്ക് വഴങ്ങുന്നതിനേക്കാൾ കൂടുതലായി അകാരവും ഉകാരവും എല്ലാം ഭംഗിയായി എനിക്ക് വായിക്കാൻ പറ്റും. അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് ഇതൊന്നും എൻ്റെ ഈ ജന്മത്തെ പുണ്യമല്ല. സനാതന ധർമ്മത്തിന്റെ ദീക്ഷ എന്ന് പറയുന്നത് ഒരു ജന്മത്തിന്റെ പുണ്യമല്ല. മുൻപും ഞാൻ ഇത് തന്നെ ആയിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് കഴിഞ്ഞ ജന്മത്തിലും ഇത് തന്നെയായിരുന്നു. ആ ജന്മത്തിൽ ഉള്ളിൽ ഉണ്ടായിരുന്നത് തന്നെയാണ് ഈ ജന്മത്തും പുറത്തേക്ക് വന്നത്. ഓരോ കാര്യങ്ങളും പറയാനും മനസ്സിലാക്കാനും പഠനം എന്ന ശ്രമം എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. എങ്കിലും എനിക്ക് അത് വഴങ്ങുന്നത് പുതുതായിട്ട് ഒരാൾ പഠിക്കുന്നത് പോലെയല്ല. ജന്മം കൊണ്ട് ഞാൻ ഒരു ബ്രാഹ്മണ സ്ത്രീയാണ്. പക്ഷെ എനിക്ക് ലക്ഷ്മി ചൊല്ലുന്നത് പോലെ ലളിതാ സഹസ്രനാമം ചൊല്ലാൻ പറ്റാറില്ല എന്ന് പറയാറുണ്ട് ചിലർ. ഞാനൊരു ഓണാട്ടുകരക്കാരിയാണ്. ഞങ്ങളുടെ കാലത്ത് അവിടെ ജാതിയും മതവും നോക്കിയിരുന്നത് വിവാഹം, മരണം തുടങ്ങിയവ സംഭവിക്കുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ വീട്ടുകാർ ആയിരുന്നു കൂടുതൽ ഓർത്തഡോക്സ് മുസ്ലിംസ്. അച്ഛൻ്റെ വീട്ടുകാർ പുരോഗമന ആശയം കൊണ്ട് നടന്നിരുന്നവരായിരുന്നു. ഓർത്തഡോക്സ് മുസ്ലിംസ് ആയിരുന്നു എങ്കിലും ചെട്ടുകുളങ്ങര ഭഗവതി എന്നത് കുലദൈവം, പരദേവത പോലെയൊക്കെ ആയിരുന്നു. എൻ്റെ അച്ഛൻ്റെ മുത്തച്ഛനൊക്കെ ഹരിപ്പാട് കൊട്ടാരത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഹരിപ്പാട് സുബ്രഹ്മണ്യന് ആദ്യത്തെ പാട്ട എണ്ണയൊക്കെ ഞങ്ങളുടെ തറവാട്ടിൽ നിന്നായിരുന്നു കൊടുത്തിരുന്നത്. മണ്ണാറശാല നാഗദൈവങ്ങൾ ഞങ്ങൾക്ക് കൺകണ്ട ദൈവമായിരുന്നു. ഓണാട്ടുകരയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഞാൻ നൃത്തം അവതരിപ്പിക്കാറുണ്ടായിരുന്നു. വീട്ടിൽ ഞങ്ങൾ പറയിടാറുണ്ടായിരുന്നു. താലപ്പൊലി എടുക്കാറുണ്ടായിരുന്നു. പിന്നെ ഖുറാൻ എന്ന സാധനം ഞാൻ പഠിച്ചിട്ടില്ല. എൻ്റെ അച്ഛൻ്റെ അമ്മ 10 കിതാബും ഓതി തികഞ്ഞ ഒരാളാണ്. എഴുത്തോ വായനയോ അറിയാത്ത ആളാണ്. സ്കൂളിൽ പോലും പോയിട്ടില്ല. ഉസ്താദ് വന്നാണ് അച്ഛൻ്റെ അമ്മയെ പഠിപ്പിച്ചത്. എന്നിട്ട് പോലും എന്നെ ഇതെല്ലാം പഠിപ്പിക്കണമെന്ന് അവർ പറഞ്ഞിട്ടില്ല.
മതം ആരിലും അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല. അറബി അക്ഷരങ്ങൾ ഇപ്പോഴും ജിലേബിയായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. ഒരു ദിവസം പോലും ഞാൻ നോമ്പെടുത്തിട്ടില്ല. മുസ്ലിം ട്രഡീഷൻ അനുസരിച്ച് ജീവിച്ചിട്ടില്ല. എനിക്കതൊന്നും ഒരു കാലത്തും വഴങ്ങിയിട്ടില്ല. മതം മാറുമ്പോഴും എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഭർത്താവ് സംഘി ആയതുകൊണ്ടാണ് ഞാൻ മതം മാറിയത്, പുള്ളി നിർബന്ധിച്ചിട്ടാണെന്നൊക്കെ പറയുന്നവരുണ്ട്. ജയേഷേട്ടന് ഞാൻ സബീനായി ഇരിക്കുന്നത് തന്നെയായിരുന്നു ഇഷ്ടം. ഞാൻ തന്നെയാണ് മതം മാറാൻ മുൻകൈ എടുത്തത്. പേരും ജാതിയും എല്ലാം ഒഫീഷ്യലി മാറ്റി. വിവാഹം പ്രമാണിച്ചാണ് മതം മാറിയത് എന്നത് ശരിയാണ്. മുഷിഞ്ഞ വസ്ത്രം മാറ്റി പുതിയൊരു വസ്ത്രം ധരിച്ചു എന്ന ഫീൽ മാത്രമാണ് മതം മാറിയപ്പോൾ തോന്നിയത്. മുഷിഞ്ഞ വസ്ത്രം കഴുകി ഉണക്കി അലമാരയിൽ എവിടെയോ വെച്ചു, അതുമാത്രം. കുഞ്ഞ് അച്ഛന്റെ കൾച്ചർ ഫോളോ ചെയ്താൽ മതി എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ജയേഷേട്ടൻ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരു മുസ്ലിം യുവാവിനെ കല്യാണം കഴിക്കുമായിരുന്നില്ല. ഹിന്ദുത്വമാണ് എന്റെ സ്വത്വമെന്ന് എനിക്കറിയാമായിരുന്നു. മതേതരത്വം ഉള്ള ആളല്ല ഞാൻ. പ്രൗഡ് ഹിന്ദുവും ലൗഡ് ഹിന്ദുവുമാണെന്നും ലക്ഷ്മിപ്രിയ പറയുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മസ്.